Hi guys, welcome back to my channel. Today is Kunju's birthday. അപ്പം ഒരു ബർത്ത്ഡേ സ്പെഷ്യൽ വ്ളോഗൊക്കെ തന്നെയാണ്. ആക്ച്വലി എത്രത്തോളം പെർഫെക്റ്റ് ആവും എന്ന് എനിക്കിപ്പോൾ എടുക്കുന്ന ടൈമിൽ എത്രത്തോളം പെർഫെക്റ്റ് ആവും എന്ന് എനിക്ക് അറിയില്ല. ഫസ്റ്റ് ഞാനൊരു ഗിഫ്റ്റാണ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ അത് നിങ്ങൾ ആ ഒരു സർപ്രൈസ് നിങ്ങൾ കണ്ടിട്ട് വരിക. അപ്പോഴത്തേക്കും നമ്മളിപ്പോൾ അവനെ കാണാൻ വേണ്ടി പോവുകയാണ് ജർമ്മൻ ക്ലാസ്സിലോട്ട്. നിങ്ങൾ ആ വീഡിയോ ഒക്കെ കണ്ടിട്ട് വരുമ്പോഴത്തേക്കും ഞാൻ ആ ജർമ്മൻ ക്ലാസ് അവനെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചുപേര് പോകുന്നുണ്ട്. അപ്പോൾ അവരുടെ അടുത്തേക്ക് ഞാൻ പോകാം. ഓക്കെ, കണ്ടിട്ട് വരൂ. ഗൈസ്, അപ്പോൾ ഗിഫ്റ്റൊക്കെ കണ്ട അവൻ്റെ റിയാക്ഷൻസ് ഒക്കെ കണ്ട് കുറച്ച് മൊത്തത്തിൽ അവൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ അനിയത്തിയാണ് ഷൂട്ട് ചെയ്തത്. സോ നൗ it's time for the second surprise. And second surprise is അവൻ്റെ കുറച്ച് ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാർ അവരെ കൊണ്ട് ഞാൻ വിഷസ് പറയിപ്പിച്ചിട്ടുണ്ട്, ഞങ്ങളെല്ലാവരും കൂടി. അപ്പോൾ അവരൊക്കെ വിഷസ് പറഞ്ഞത് ഇവിടെ ഇടുന്നുണ്ട്. സോ ദിസ് വിൽ ബി ഹിസ് സെക്കൻഡ് സർപ്രൈസ്. ആൻഡ് ഐ തിങ്ക് അവൻ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഗിഫ്റ്റ് ഇത് തന്നെ ആയിരിക്കും. പിന്നെ അളിയൻ്റെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷെ അളിയന് ഇൻട്രോവേർട്ടിസം ഉള്ളത് കൊണ്ട് അവന് മീൻസ് അവന് ക്യാമറ അവനങ്ങനെ പറയാറില്ലല്ലോ, അവന് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ വിഷയില്ല, ബാക്കിയുള്ള എല്ലാവരുടെയും വിഷസ് തന്നെ കിടപ്പുണ്ട്. സോ നിങ്ങളത് കണ്ടിട്ട് വരൂ. ഹാപ്പി ബർത്ത്ഡേ ഡിയർ. അതിനെ പറ്റി പറയുവാണെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറിറ്റേറ്റ് ചെയ്യും. പിന്നെ അണ്ണനെ ബോറടിക്കുമ്പം എൻ്റെ അടുത്ത് വന്ന് ഇറിറ്റേറ്റ് ചെയ്യും. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അണ്ണനെ പറ്റി ഇറിറ്റേറ്റ് ചെയ്യും. അതൊക്കെ തന്നെയാണ് നമ്മൾ തമ്മിൽ ഏറ്റവും കൂടുതലായിട്ടുള്ള സമയങ്ങൾ. സോ അതെനിക്കിഷ്ടമാണ്, അണ്ണനും ഇഷ്ടമായിരിക്കും. അപ്പോൾ ഒന്നുകൂടെ ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ രഞ്ജിത്താണ്. രഞ്ജിത്ത്, ആദ്യം തന്നെ ഈ കളിയുടെ വിഷ് ഹാപ്പി ബർത്ത്ഡേ. ആദ്യമായിട്ടാണ് ഈ കൂതിരെ ഞാൻ ഈ ഫോണിലൂടെ പോയി വിഷ് ചെയ്യണത്. സാധാരണ അവൻ അവിടെ ചെന്ന് അവൻ അന്നത്തെ ദിവസം അങ്ങ് മുടിപ്പിക്കാറാ പതിവ്. പക്ഷെ അന്നത്തെ ദിവസം നീ ക്ഷമിക്കണം. ആദ്യം തന്നെ എനിക്ക് അന്ന ദിവസം നിന്റെ ബർത്ത്ഡേക്കിന് വരാൻ പറ്റത്തില്ല. കാരണം ആ ദിവസം തന്നെ എനിക്ക് കോളേജിന്റെ ഭാഗമായിട്ട് കൊല്ലത്ത് പോയി ഒരു കമ്പനിയിൽ പോയി അവിടുത്തെ പെർമിഷൻ മേടിക്കണം. 2 മാസം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ എനിക്ക് അന്നത്തെ ദിവസം വരാൻ പറ്റത്തില്ല. ഞാൻ മാക്സിമം എസ്കേപ്പ് ആവാൻ നോക്കി, പക്ഷെ പറ്റൂലടാ. 10 ലക്ഷം കണ്ട ഇതെല്ലാം കഴിഞ്ഞ് നമ്മളവിടെ വരുന്നു, ഓടിപ്പിക്കുന്നു. ഓക്കെ, നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഒരു ട്രിപ്പൊക്കെ പോയി നമ്മളങ്ങ് അടിച്ചു പൊളിക്കും. പിന്നെ ഉള്ള കാര്യം, പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ സന്തോഷ വാർത്ത കേട്ടു. എക്സാം ഒക്കെ ക്ലിയർ ചെയ്ത് നേഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്തെന്ന് കേട്ടു. ഇതിന് കൺഗ്രാജുലേഷൻ. പക്ഷെ നിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഉണ്ടാവാറില്ല. നീ എങ്ങനെ പാസ്സായെന്നുള്ള ചോദിച്ചില്ലെന്നാണ്. പക്ഷെ ഏതൊരു സിനിമയിലെ ഡയലോഗ് പോലെ ഞാൻ ട്രൈ ചെയ്തില്ല. എന്റെ ട്രൈ കണ്ട അവർ മാർക്കിട്ടെന്ന് പറഞ്ഞ പോലെ ആയിരിക്കും. ബെസ്റ്റ് ഓഫ് ലക്ക്. പിന്നെ ഇതിനെ കുറിച്ച് 4 വരെ നല്ല കാര്യം പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരെയും അല്ല, ഇപ്പോൾ നമ്മളിപ്പോൾ ഏതൊരു ഫാമിലിയുടെ എന്ത് ഫംഗ്ഷൻ വന്നാലും എന്ത് പ്രോഗ്രാം വന്നാലും നമ്മൾ ആദ്യം തപ്പണം നമ്മളെ കസിനായിരിക്കും, അല്ലേ? അപ്പോൾ അതിപ്പോൾ ഏതൊരു ഫാമിലി ആയാലും ഏതെങ്കിലും ആർക്കെങ്കിലും ഒരു കൂതറ കാണും, ഏതൊരു കൂതറ കസിൻ കാണും. നമ്മൾ ഫാമിലിയിൽ ഇപ്പോൾ ഒരു ഫംഗ്ഷൻ വന്ന് നമ്മളിങ്ങനെ ബോറടിച്ച് അവരെ കൂടെ നിന്നങ്ങനെ ഇപ്പം നമ്മൾ ഷോക്ക് അടിച്ചിരിക്കണം എന്ന് വെച്ചോ. അപ്പോൾ നമ്മുടെ കസിൻ്റെ ഒരു വരവുണ്ട്. ആ ടൈം തൊട്ട് അങ്ങോട്ട് ഫുള്ളും ഇവന്റെ കൂടെ അടിച്ചു പൊളിയാണ്. കാരണം അവൻ വന്ന പിന്നെ അങ്ങ് വൈബങ്ങ് മാറുക. എന്താ പറയാ, അതെങ്ങനെ എക്സ്പ്രഷൻ ചെയ്യണമെന്ന് എനിക്കറിയില്ല. ആ ഒരു ബോണ്ട് അങ്ങനെയാണ്. നമ്മള് കൊച്ചിലെ മുതലേ നമ്മളങ്ങനെ കളിച്ച് വളർന്ന് ഏതൊരു ഫാമിലിയിൽ എന്തൊരു പ്രോഗ്രാം വന്നാലും ആദ്യം വിളിക്കണ ഈ കൂതരയാണ്. എടാ, ഞാനിപ്പോ വരുന്നുണ്ട്, നീ വരണം, നീ വന്നില്ലെങ്കിൽ ബോറാണല്ലേ, നീ വന്നില്ലെങ്കിൽ ഞാൻ വരും എന്ന് പറഞ്ഞ് ആ ഒരു ബോണ്ടാണ്. അതിപ്പം നമുക്കങ്ങനെ ഈ വീഡിയോയിലൂടെ എക്സ്പ്രഷൻ ചെയ്യാൻ പറ്റണമില്ല. അതൊരു പ്രത്യേക ഫീലാണ്. അപ്പൊ അങ്ങനത്തെ ഒരു കസിൻ തന്നെ എനിക്കും ഉണ്ട്. ആ കസിനാണ് നീ. എന്താ പറയാ, ഓക്കെ, എനിക്ക് തിരികെ പറയാനുള്ളൂ. ഞാൻ ഇവരെ വലിച്ചു നീട്ടി പോകുന്നില്ല.
എനിവേ നിന്റെ ആഗ്രഹം പോലെ നിന്റെ പഠിത്തം കഴിഞ്ഞല്ലോ. അപ്പൊ നീ പുറത്തോട്ട് പോകാനാണ് പ്ലാൻ എന്ന് എനിക്കറിയാം. പുറത്തോട്ടൊക്കെ പോയി നിന്റെ ആഗ്രഹം പോലെ ലൈഫ് ഫുൾ സെറ്റിൽ ആവട്ടളിയ. എനിവേ എന്തിന് ഏതിന് ഞാനും ഉണ്ടളിയ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഹായ്, മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ ചേട്ടാ. അപ്പോൾ എന്തുവാ, ഞാൻ കുറച്ച് ടെൻസ്ഡ് അല്ല, ഇങ്ങനെ ഞാൻ അധികമല്ല ഞാൻ വീഡിയോസ് ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പം അതുകൊണ്ട് ഒരു ടെൻഷനുണ്ട് ഇങ്ങനെ എൻ്റെ വോയിസ് ഇട്ടൊരു വീഡിയോ ഒക്കെ ചെയ്യാൻ. എന്നാലും നിൻ്റെ ബർത്ത്ഡേ അടിപൊളിയാക്കണമല്ലോ, അല്ലെങ്കിൽ നിനക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഹാപ്പി ബർത്ത്ഡേ. നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഇപ്പം മോർ ദാൻ 6 years ആയി. നമ്മൾ +1 +2 ഒക്കെ പഠിക്കുന്ന സമയത്താണ് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ടായത്. 10th വെച്ചിട്ട് അറിയായിരുന്നു, എങ്കിൽ പോലും നമ്മൾ അങ്ങനെ വലുതായിട്ട് മിണ്ടത്തൊന്നുമില്ലായിരുന്നു ആ സമയത്ത്. അങ്ങനെ സാറ് വഴക്കുറയല്ലോ, അങ്ങനെ സംസാരിക്കാനൊന്നും സമ്മതിക്കത്തില്ല. പിന്നെ +1 +2 ഒക്കെ ആയ സമയത്താണ് പിന്നെ കുറച്ചുകൂടെ ഒന്ന് മിണ്ടുകയൊക്കെ ചെയ്തത്. അപ്പോൾ അന്ന് തൊട്ട് തുടങ്ങിയ ഫ്രണ്ട്ഷിപ്പാണ്. സ്റ്റിൽ നാവും അടിപൊളിയായിട്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും കൊണ്ടുപോകുന്നുണ്ട്. നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഫേവറേറ്റാണ് എനിക്ക്. എന്ന് വെച്ചാൽ എനിക്ക് എന്ത് കാര്യവും ഭയങ്കര ഓപ്പണായിട്ട് സംസാരിക്കാനും എല്ലാം. എന്ന് വെച്ചാൽ എന്തെങ്കിലും എനിക്ക് എന്ത് പറ്റിയാലും ഇപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നീ വന്ന് എൻ്റെ അടുത്ത് അപ്ഡേറ്റ് ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടമെന്ന് വെച്ചാൽ ഇപ്പം നീ എൻ്റെ അടുത്ത് അപ്ഡേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയുകയൊക്കെ ചെയ്യും. അതുപോലെ തന്നെ ഇപ്പം എനിക്ക് എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഇപ്പം ക്യാമ്പ് കാര്യങ്ങളൊക്കെ പോകുമ്പോഴും ഫീൽഡിൻ്റെ കാര്യമൊക്കെ ഞാനിങ്ങനെ പറയാറുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു കംഫോർട്ട് സ്പേസ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. സോ അതുപോലെ തന്നെ എല്ലാവരുടെയും ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടിരിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷെ നീ അങ്ങനെയല്ല, നീ ഒരുപാട് പേരുടെ നീ ബെസ്റ്റ് ഫ്രണ്ടാണ്, ഒരുപാട് പേർക്ക് നീ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്. ഭയങ്കര എന്തോ സംതിങ് സ്പെഷ്യൽ, ഒരു ട്രഷർ പോലെയാണ്, ഭയങ്കര അടിപൊളിയാണ്. സോ നിൻ്റെ ഡ്രീംസൊക്കെ അടിപൊളിയായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ. നല്ലൊരു ബർത്ത്ഡേ ആയിരിക്കട്ടെ. നിൻ്റെ ഈ വർഷം സൂപ്പറാവട്ടെ. ഹായ് രഞ്ജിത്തെ, ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് 27-നാണ്. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയം എനിക്ക് 21 വയസ്സേ ഉള്ളൂ. സോ 22ാമത്തെ വയസ്സിലേക്ക് കടക്കാൻ പോകുന്ന രഞ്ജിത്തിന് മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. പിള്ളേർ പറഞ്ഞ് കുറച്ച് ഫേവറേറ്റ് ഉള്ള മൂമെൻറ്റ്സൊക്കെ പറയണം. എനിക്ക് ഭയങ്കര ഒരു ഫ്രണ്ടാണ്, എൻ്റെ യങ്ങർ ബ്രദറാണ്, എല്ലാ ബ്രദറായിട്ടൊക്കെ ഭയങ്കര കംഫർട്ടാണെന്ന് എനിക്ക്. പിന്നെ ഞാൻ ഇവിടെ ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ കുഞ്ചു. കുഞ്ചു എന്ന് പറയുമ്പോൾ കോളേജിൽ കിട്ടിയതിൽ എനിക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് ഫ്രണ്ടാണ്. പിന്നെ എൻ്റെ സന്തോഷത്തിലും സങ്കടത്തിലായാലും അവൻ്റെ സന്തോഷത്തിലും സങ്കടത്തിനായാലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നു. ഇനി അങ്ങനെ തന്നെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളിലെല്ലാം വേണ്ടിയിട്ടാണ് ബെസ്റ്റ് ഓഫ് ലക്ക്, ബെസ്റ്റ് വിഷസ്. ഹാപ്പി ബർത്ത്ഡേ രഞ്ജിത്ത്. രഞ്ജിത്തിനെ മിസ് ചെയ്യണ? എന്ത് നീ സങ്കടം ഉള്ളി വച്ചിട്ടല്ലേ പറയണത്? കരയടാ. ഹായ് രഞ്ജു, നിനക്ക് ബർത്ത്ഡേ വിഷ് ചെയ്യാനായിട്ട് ഞാൻ വരുന്ന 4ാമത്തെ 5ാമത്തെ വീഡിയോ ആണിത്. കാര്യം ഞാൻ പറഞ്ഞു വരുമ്പോൾ ഭയങ്കര ഫോമലായി പോകും, അതിൻ്റെ ആവശ്യം നിനക്കില്ല. ഓക്കെ, സോ ഹാപ്പി ബർത്ത്ഡേ കുഞ്ചു കുട്ടി. ഹായ് കുഞ്ചു, അപ്പോൾ ആദ്യം തന്നെ ബർത്ത്ഡേ വിഷസ്, ഹാപ്പി ബർത്ത്ഡേ. പിന്നെ ഞാനും ഇവനും തമ്മിലുള്ള ബന്ധം പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര അഗാധമായിട്ടുള്ള ബന്ധമാണ്. കാര്യം ഇവ എനിക്കൊരു അടി തരും, ഞാൻ തിരിച്ച് 2 എണ്ണം കൊടുക്കും. അവൻ എനിക്ക് 5 എണ്ണം തരും, ഞാൻ നിർത്തും, കഥം പോകുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആൾ പാവമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഹീസ് മൈ ബെസ്റ്റ് ബഡ്ഡി. പിന്നെ വേറെ എന്താണെന്ന് എന്നെ പറ്റി പറയാനായിട്ട്? ബർത്ത്ഡേ ഇല്ലേ, 2 പേര് പാട്ട് പാടി പറപ്പിക്കാൻ തന്നെ. ഓക്കെ, പാട്ടൊന്നും പറയാം. ഓക്കെ. काहे कफ़ा से चुलबुल से बुलबुल कहे ना तुमने बदिया है. काहे कफ़ा से चुलबुल से बुलबुल कहे ना तुमने बदिया है. 2 വരിയെന്നല്ലേ പറഞ്ഞു, കഴിഞ്ഞു. കുഞ്ചു, ഹായ്, ഹാപ്പി ബർത്ത്ഡേ. എനിക്ക് സത്യം പറഞ്ഞാൽ കോളേജിൽ ഇങ്ങനെ കംഫർട്ടായിട്ടുള്ള ക്ലോസ് ആയിട്ടുള്ള കുറച്ച് പേരേ ഉള്ളൂ. എന്തായാലും അതിലൊരാളാണ് നീ. ഇപ്പം ഞാനത് പറയാതെ തന്നെ നിനക്ക് അറിയാം, എന്നാലും പറഞ്ഞു. ഫസ്റ്റ് ഇയർ വന്നപ്പോൾ തന്നെ എന്നെ മജ്ജാനായിരുന്നു വിളിച്ചത്. ഇപ്പോഴും മാറ്റമൊന്നുമില്ല. പിന്നെ ഹോസ്റ്റലിൽ നിന്ന് ഞാൻ ഇപ്പം എന്താവശ്യം പറഞ്ഞാലും നീ പറയും, അടുത്ത ദിവസം കൊണ്ടുവരാം,
പറയുന്നത്. അപ്പോൾ ചിലവരുടെ നമുക്കങ്ങനെ ഫീൽ ചെയ്യുമോ, അവർക്ക് ബുദ്ധിമുട്ടാവോ, അല്ലെങ്കിൽ അവർക്കൊരു മടി ഉണ്ടെന്നൊക്കെ തോന്നും. പക്ഷേ എൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് ഇന്നേ വരെ അതുപോലെ ഫീൽ ചെയ്തിട്ടില്ല. ഞാനെന്നല്ല, ആരെന്ത് ചോദിച്ചാലും നീ ചെയ്തു കൊടുക്കാൻ തയ്യാറാണ്. അതുപോലെ എനിക്ക് ഏത് പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിനൊക്കെ നീ കൂടെ ഉണ്ടെന്ന് എനിക്ക് പറയാൻ എന്തായാലും പറ്റും. കാരണം എന്ന് പറയുകയാണെങ്കിൽ അന്ന് ഞാൻ ഗ്രൗണ്ടിൽ വീണില്ലായിരുന്നു ഓടാൻ സമയത്ത്. കുറേ പേരൊക്കെ എന്തെങ്കിലും ജസ്റ്റ് കളിയാക്കി അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ ആ സമയത്ത് നീ എൻ്റെ അവിടെ നിന്ന് കുഴപ്പമില്ല, മീൻസ് എൻ്റെ മൈൻഡ് ഓക്കെ ആവുന്നത് വരെ നീ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പം എന്തായാലും എനിക്ക് പറഞ്ഞേ പറ്റൂ. പിന്നെ കുഞ്ചു, ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഞാൻ എന്തായിരുന്നാലും മിസ് ചെയ്യും, ഉറപ്പായിട്ടും മിസ് ചെയ്യും. സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ അത്രയ്ക്കും എഫേർട്സ് എൻ്റെ ഭാഗത്തുനിന്ന് ഇടുന്നുണ്ടോയെന്ന് അറിയില്ല. പക്ഷെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. പോകണം. ബർത്ത്ഡേക്കല്ലേ അടിച്ചു പൊളിക്കുക. ഈ ബർത്ത്ഡേ എന്നും ഓർക്കണം. ബായ് ബായ്, അത്രയൊക്കെ ഉള്ളൂ. ലൈഫിൽ എന്നും ഹാപ്പി ആയിട്ടിരിക്കുക. ഹായ് കുഞ്ചു, ഇപ്പം ബർത്ത്ഡേ ആണ്. അപ്പം ഹാപ്പി ബർത്ത്ഡേ കുഞ്ചു. ഞാൻ അധികം ഇപ്പോൾ ആദ്യമാണ് ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കുന്നത്. അപ്പം അതിൻ്റെതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ കാണും. ഇപ്പം നമ്മൾ ഫ്രണ്ട്ഷിപ്പ് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഫസ്റ്റ് ഇയർ തൊട്ട് ലാസ്റ്റ് ഇയർ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഇയർ എങ്ങനെ തുടങ്ങിയും അതിനെക്കാട്ടി ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നമ്മൾ ലാസ്റ്റ് ഇയർ നമ്മൾ ആ ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുവന്നത്. ഇനി നമ്മൾ ആ ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുപോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ ഹോസ്റ്റലിൽ ആയതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം അതേ കണക്കിന് ചെയ്യുന്നുണ്ട്. അങ്ങനെ നിനക്കത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാകും എന്ന് നമുക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. എന്നുവെച്ചാൽ ഞങ്ങൾ എന്ത് പറഞ്ഞാലും ഓക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ പറയണ്ടായിരുന്നു എന്നൊന്നും തോന്നാറില്ല. നീ എന്ത് പറഞ്ഞാലും ഞങ്ങൾ ചെയ്തു തരാറുണ്ട്. അതിനൊക്കെ തന്നെ എന്താണ് ഹോസ്റ്റലേഴ്സിന് ദത്തെടുത്ത് എടുക്കുന്ന കണക്കാണ് എനിക്ക് തോന്നുന്നത്. വെച്ചാൽ ഞങ്ങൾ എവിടെയും കൊണ്ടുപോകുക, അത് കണക്ക് തന്നെ അത് കണക്ക് തിരിച്ചുകൊണ്ടാക്കുക, അങ്ങനെയൊക്കെ അത്രയും ഇതായിട്ടാണ് ഞങ്ങളെ നോക്കിയിട്ടുള്ളത്. പിന്നെ എന്താണ് എൻ്റെ അടുത്ത് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ എന്നെ നീ ട്രീറ്റ് ചെയ്യുന്നത് എപ്പോഴും ഭയങ്കര കുഞ്ഞായിട്ടാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഭയങ്കര ചെറുതായിട്ട്. ഈ എന്താണ് ഈ അച്ഛന്മാർ പിള്ളേരെ നോക്കൂലേ, അതുമാതിരിയാണ് നീ നോക്കിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നത്. നീ ഭയങ്കര ഇഷ്ടമാണ്, നീ എന്നെ അങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എന്താണ് നീ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ടാണ്. നീ നിനക്ക് അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനാൽ നീ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പം എന്താണ് ഹാപ്പി ബർത്ത്ഡേ കുറിച്ച് നല്ലൊരു ബർത്ത്ഡേ ആവട്ടെ. ടാറ്റാ. ഹായ് ഹായ്. അപ്പം ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇന്ന് എൻ്റെ രഞ്ജിത്തിന് 22ാമത്തെ പിറന്നാൾ ആശംസകൾ. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനെന്ന് പറഞ്ഞുവിടാം. ഒന്നെങ്കിൽ വീഡിയോ ക്രിഞ്ചായിരിക്കും, അല്ലെങ്കിൽ ബോറായിരിക്കും. രണ്ടാണെങ്കിലും നീ ഫുള്ള് കേൾക്കണം. എല്ലാവരുടെ അടുത്ത് വീഡിയോ എടുക്കാൻ പറയാൻ നല്ല സുഖമായിരുന്നു, പക്ഷേ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പം ഹാപ്പി ബർത്ത്ഡേ. എങ്ങനെയുണ്ട് ബർത്ത്ഡേ? എങ്ങനെയുണ്ട്? ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ ഇപ്പം നിന്നെ കണ്ട് നമ്മൾ ചായയും പഴംപൊരിയും മസാല ബോണ്ടയും അജീരയും അടിയരെയും കൂടെ കഴിച്ചിട്ട് വന്നിരിക്കുകയാണ്. എന്നിട്ട് വന്ന് വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എന്നും അങ്ങനെ ചായ കുടിക്കാൻ പറ്റിയെങ്കിൽ നല്ല രസമായിരുന്നല്ലേ. നീ ഞാൻ ഇങ്ങനെ എപ്പോഴും വിചാരിക്കും നീ എൻ്റെ ലൈഫിൽ ടീ പോലെയാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സ്ട്രോങ് ടീ ആണ്. അത്രയും കണക്റ്റഡാണ് നീ വേണ്ടി. നമ്മളിങ്ങനെ മെയിനായിട്ട് ചായ കുടിച്ചാണല്ലോ നമ്മളിങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കണം. എത്രത്തോളം കടി കഴിക്കുന്നു അത്രത്തോളം നമ്മളിങ്ങനെ ബോണ്ട് ഷെയർ ചെയ്തെന്നാണ് ഞാൻ വിശ്വസിക്കണം. അപ്പം നമ്മൾ കുറേ ഷെയർ ചെയ്തിട്ടുണ്ടല്ലേ, കുറേ കടിച്ചിട്ടുണ്ടല്ലോ. അപ്പം നീ എൻ്റെ ടീ ആണ്, അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. എന്നും എൻ്റെ ലൈഫിൽ ടീ ആയിരിക്കും നീ. എൻ്റെ ലൈഫിൽ എനിക്ക് കുറച്ച് ആൾക്കാരുള്ള കേട്ടോ. ഫ്രണ്ട്സ് എന്ന് പറയാനാണെങ്കിലും ആരെന്നൊക്കെ പറഞ്ഞാലും ഞാനങ്ങനെ അധികം ആരും ഞാനങ്ങനെ ഫ്രണ്ടായിട്ട് കാണുന്ന ഒരാളല്ല. നീ എൻ്റെ ലൈഫിൽ സ്പെഷ്യലാണ്, സ്പെഷ്യൽ ഫ്രണ്ടാണ്. എനിക്കൊരു അനിയനും ഫ്രണ്ടും എല്ലാം കൂടെ ചേർന്നൊരു ക്യൂട്ടസ്റ്റ് ചെറിയൊരു സാധനമാണ് നീ. സ്വീറ്റ്. ഞാൻ എനിക്ക് ക്രിഞ്ചാണ്. ഞാൻ പറഞ്ഞു ഞാൻ ക്രിഞ്ചാണ്. ആ ക്രിഞ്ചിനെ നീ സഹിക്കണം. അപ്പം പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ നീ അത്രയ്ക്കും ഒരു ജമ്മാണ്. ബി ദാറ്റ് പേഴ്സൺ. ഇനി ജർമ്മൻകാരനായി എന്തായാലും ബി ദാറ്റ് പേഴ്സൺ. ഓക്കെ, ഐ ഓൾവേസ് മിസ് യു. അന്ന് എനിക്ക് കോമ്പൻസേഷൻ കഴിഞ്ഞപ്പോൾ ഭയങ്കര വിഷമമായി. പക്ഷെ ഞാൻ ഇപ്പോൾ ഹാപ്പിയാണ്. കാരണം നമുക്ക് ഓർക്കാൻ കുറേ മെമ്മറീസ് ഉണ്ട്. പിന്നെ ഇനി അതുപോലെ കുറേ മെമ്മറീസ് നമ്മൾ ഉണ്ടാക്കും. ഇപ്പം നമ്മൾ എവിടെ പോയാലും ചായ കുടിച്ചാണെങ്കിലും അമ്പലത്തിൽ പോയാണെങ്കിലും വെറുതെ കാണാൻ വന്നാണെങ്കിലും അത് ലൈഫ് ലോങ് കീപ്പ് ചെയ്യും. അപ്പോൾ ആ ഒരു ഇതുള്ളത് കൊണ്ട് ഇപ്പം എൻ്റെ വിഷമത്തിൽ ഹാപ്പിയാണെന്ന് പറഞ്ഞാൽ നമ്മളടുത്ത സ്റ്റെപ്പിലോട്ട് എത്തുവാണല്ലേ, അവിടെയും അതേ ഫീലിൽ നമുക്കിങ്ങനെ അതേ ആ ഒരു സ്നേഹത്തോടെ ഇരിക്കാൻ പറ്റുന്ന ബ്ലെസ്സിങ് ആണ്. എപ്പോഴും നമുക്ക് അങ്ങനെ ഇരിക്കണം, അന്വേഷിക്കണം. ഞാൻ അന്വേഷിക്കും. വീഡിയോ എടുക്കുന്നതെന്നൊക്കെ പറയണമെന്ന് അറിഞ്ഞൂടാ. ചൂടെടുക്കുന്നു. സമ്മർ സീസണൊക്കെ എങ്ങനെ ഉണ്ട്? ചൂടെടുക്കുന്നുണ്ടോ? വിയർപ്പൊക്കെ എന്തോന്നൊക്കെ ചോദിക്കണം. അപ്പം നിൻ്റെ ബർത്ത്ഡേയുടെ അന്ന് നിന്നെ സർപ്രൈസ് ചെയ്യണം. കേക്ക് മേടിച്ച് ഞങ്ങളൊക്കെ വരണം എന്നൊക്കെയുള്ള പ്ലാനാണ്. എത്രത്തോളം അവൻ്റെ കൺമഷിയൊക്കെ പടർന്നു. എത്രത്തോളം നടക്കും എന്നൊന്നും അറിയത്തില്ല. സർപ്രൈസ് ആവണേ.
കരയണേ, നമ്മളാണ് ആഗ്രഹിക്കുന്നത് ഇന്ന ഇങ്ങനെ ഇമോഷണലൊക്കെ കരയിക്കണം. പിന്നെ കരയാത്ത ആളാണല്ലോ. 3 മിനിറ്റായി ഞാൻ എന്തൊക്കെയോ ബ്ലാബർ ചെയ്തു. എനിവേസ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഹാപ്പി ബർത്ത്ഡേ, ഐ ലവ് യു സോ മച്ച്, ഐ വിൽ നെവർ മിസ് യു ബിക്കോസ് ഐ നോ യു വിൽ ബി ദെയർ വിത്ത് മീ ഓൾവേസ് അല്ലേ ഞാനും. ഓക്കെ, ബൈ. ഹാപ്പി ബർത്ത്ഡേ കുഞ്ചു. ഞാൻ ആദ്യം വീഡിയോ എടുത്ത് പക്ഷെ അത് ഡിലീറ്റ് ആയിപ്പോയി. ഇന്റർണൽ സ്റ്റോറേജ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്തൊക്കെയോ ഡിലീറ്റ് ആക്കിയ കൂട്ടത്തിൽ അത് പോയി. എനിക്ക് വയ്യ കേട്ടോ, അപ്പം അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ, പനിയാണ്. സോ ഹാപ്പി ബർത്ത്ഡേ കുഞ്ചു. നമ്മുടെ ഈ ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ആവുന്നതിന് ഫസ്റ്റ് ഇയർ, അതായത് 2020 ആ ടൈമിലാണ്. അതിൻ്റെ ഇപ്പോഴും 25 സെയിം ആ ഒരു ഇതിനൊക്കെ അന്നൊരു സ്നേഹം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതേ സെയിം സാധനം തോന്നുന്നത്. നമ്മൾ പരിചയപ്പെട്ട അന്ന് മുതൽ ഇന്ന് വരെയും ജെന്യുവനായിട്ട് നിന്ന് വളരെ 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 കുറച്ച് മാത്രമേ ആ ഒരു സ്ഥലത്ത് എനിക്കറിയാവൂ. ആൻഡ് യു ആർ വൺ ഓഫ് മൈ ദാറ്റ്. ഐ എം സോ ബ്ലെസ്ഡ്. പിന്നെ എനിക്ക് നിൻ്റെ ഏറ്റവും ഇഷ്ടം സംഭവിച്ചത് നീ ഒരു ഭയങ്കര ജെന്യുവൻ പേഴ്സണാണ്. ഭയങ്കര ജെന്യുവനാണ്, ലോയലാണ്. കാരണം എനിക്കിപ്പോൾ ഒരാളെ ഇഷ്ടമില്ലെങ്കിൽ ഡയറക്റ്റ് നിൻ്റെ ക്യാരക്ടർ മനസ്സിലല്ല, അയാളുടെ അടുത്ത് ഇരുന്നിട്ട് പിന്നെ അയാൾ പോകുമ്പോൾ ഒരാളും ആ ഒരു സ്വഭാവം എനിക്ക് ഞാനത് നിൻ്റെ കുറേ ക്വാളിറ്റീസ് ഉണ്ട്. നിൻ്റെ പിന്നെ നിൻ്റെ ഓരോ അച്ചീവ്മെൻറ്റ്സ് ആണെങ്കിൽ നിൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ അടുത്ത് സൈക്കോ എനിക്ക് ഇത് കിട്ടിയപ്പോൾ സൈക്കോ എങ്ങനെയാണ് കേട്ടോ ജർമ്മൻ ക്ലാസ് നീ ജർമ്മൻ പഠിക്കുക, അപ്പോൾ അതിന് പോകാനുണ്ട്. സൈക്കോ ജർമ്മൻ പഠിക്കുമ്പോൾ നീ എനിക്കെല്ലാം അപ്ഡേറ്റ് ചെയ്യും. അങ്ങനെയല്ലേ. സോ എന്താണ് നമ്മുടെ ഈ ഫ്രണ്ട്ഷിപ്പ് ഞാൻ അങ്ങോട്ട് ഇങ്ങനെയൊക്കെ വേണം എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഭാഗത്ത് നിന്ന് എഫേർട്ട് ഇല്ലെങ്കിൽ പോലും നീ ആ എഫേർട്ട് ആയിട്ട് കീപ്പ് ചെയ്ത് എനിക്കറിയാം. ഐ മിസ് യു സോ മച്ച്. കാരണം ഏറ്റവും കൂടുതൽ മിസ് ആവുന്നല്ലോ നമ്മൾ ഈ ക്ലാസ്സിലേക്ക് ഇരിക്കും. സൈക്കോളജിക്കൽ കാര്യമുണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യാനുണ്ട്. ഇപ്പോൾ കോമ്പൻസേഷനാണ്. പിന്നെ കുറച്ച് റീൽസൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞ് പിന്നൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എന്തായാലും സക്സീഡ് ആയിട്ട് ഫോർമുല ആവുന്നുണ്ട്. പക്ഷേ ഐ ഹോപ്പ് നിനക്കിനി നീ 60 വയസ്സൊക്കെ ആകുമ്പോൾ സപ്തതിയൊക്കെ ആഘോഷിക്കില്ലേ, പക്ഷെ അപ്പോഴും നിനക്ക് മെമ്മറബിൾ ആയിട്ടുള്ളൊരു ബർത്ത്ഡേ ആക്കണം എന്നുണ്ട് ഇതെനിക്ക്. അങ്ങനെ ആക്കാൻ ഞാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. സാൻഡ്രൈച്ച് ഞാൻ എങ്ങനെയല്ല ഇപ്പം നിൻ്റെ ഈ വീഡിയോയിൽ ഉൾപ്പെടാത്ത കുറേ ആൾക്കാരുണ്ട്. ഇത് ഷൈനസ് എന്നൊക്കെ പറഞ്ഞ് അവരെ ഇതിൻ്റെ അകത്ത് കയറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ വീഡിയോയിൽ നമുക്ക് കുറേ പേരോട് സംസാരിച്ചാലും കുറച്ചുകൂടെ വീഡിയോ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ ഇട്ടേക്കണത്. പിന്നെ നമ്മൾ അന്ന് അവിടെ വരാൻ വേണ്ടി ഈ വീഡിയോ എടുക്കുന്ന ദിവസം നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് കുഞ്ചിൻ്റെ അവിടെ വരാൻ വേണ്ടി ജർമ്മൻ ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്കൊരു കേക്ക് കട്ടിങ് ഒക്കെ. പക്ഷേ നമുക്ക് വെള്ളിയാഴ്ച ക്ലാസ്സിൽ ടൈമിങ് അറിയാൻ പറ്റുള്ളൂ. ലേറ്റ് ആവണമെങ്കിൽ പറ്റില്ലല്ലോ, 7:30 ക്ലാസ് വെച്ചാൽ. അപ്പം അറിഞ്ഞുകൂടാ. ഇനി അഥവാ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ചിലപ്പോൾ നമ്മുടെ അടുത്ത് വെച്ചായിരിക്കും. ഇനിയിപ്പോൾ നീ ഇത് കാണുമ്പോൾ മീൻസ് കഴിച്ചു നിന്നിട്ടാണ് നീ കാണണമെങ്കിൽ ഒരു 3rd സർപ്രൈസ് അതായിരുന്നു. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ കണ്ടൊരു കേക്ക് കട്ടിങ് ഒക്കെ ആയിരുന്നു. സോ കുറേ എന്തൊക്കെയോ പറയാനുണ്ട്. പക്ഷേ മീൻസ് ഫോർമൽ ആവണൊക്കെ ഫീൽ ചെയ്യുന്നത്. ഐ ഫീൽ സോ സ്പെഷ്യൽ. എനിക്ക് ഭയങ്കര വിഷമമുണ്ട് കുഞ്ചിൻ്റെ കോമ്പൻസേഷൻ ലാസ്റ്റ് ഡേ എനിക്ക് അവിടെ ഇല്ലായിരുന്നു. ഞാൻ അവിടെ അത് നിനക്കും വിഷമമായിരുന്നു, എനിക്കും വിഷമമായി. നമ്മൾ as soon as possible കാണും. പിന്നെ നമ്മൾ പറഞ്ഞ കണക്ക് നെക്സ്റ്റ് ഇയർ നമുക്ക് അവിടെ വെച്ച് കാണാം. ഓക്കെ കുഞ്ചു, ബൈ. ഹായ് കുഞ്ചു. സോ സത്യം പറഞ്ഞ കുഞ്ചു ഇതിൻ്റെ 3ാമത്തെ വീഡിയോ. ഫസ്റ്റ് വീഡിയോ അതൊരു 6-7 മിനിറ്റ് ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കും അത് ഞാൻ ഇങ്ങനെ ഡിലീറ്റ് ചെയ്തു. മീൻസ് അതിൻ്റെ സ്റ്റോറേജ് സ്പേസ് കുറേ പോയപ്പോഴത്തേക്ക് ആദ്യത്തെ 2-3 പാർട്ട് പോയി. പിന്നെ അതൊക്കെ മാത്രമല്ല, അത് മാത്രം പോറ്. അതുകൊണ്ട് ഞാൻ ഒരു 2-3 ദിവസം മുമ്പ് ഒരെണ്ണം എടുത്തു. പക്ഷേ എനിക്കത് ഇഷ്ടമായില്ല. ബിക്കോസ് ഞാനതിൽ ഭയങ്കര കൊള്ളത്തില്ലായിരുന്നു കുഞ്ചു. പിന്നെ നിൻ്റെ ഇത് മെയിനായിട്ട് നമുക്കിടയിൽ ഒരൊറ്റ പ്രശ്നം ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ഞാനാണെങ്കിൽ നിൻ്റെ അടുത്ത് മിണ്ടാതെയൊക്കെ നടന്നായിരുന്നു ഒരു 2-3 ദിവസം. മീൻസ് അവൾക്ക് എന്തെങ്കിലും തോന്നുന്നു, ഫീലാവും. എനിക്ക് അങ്ങനത്തെ കുറച്ച് ഇൻസിഡൻസ് വന്നല്ലോ. അപ്പം ഞാൻ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നീ കുഞ്ചു ലാസ്റ്റ് നീയും ഇങ്ങനെ ആവും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വന്നായിരുന്നു. അപ്പം അന്ന് ഒരു 3 ദിവസം കഴിയുമ്പോൾ നീ കുറച്ച് സംസാരിച്ചിട്ട് പറഞ്ഞു എനിക്ക് നല്ലോണം ഫീലാവണുണ്ട് നീ കാണിക്കണേക്ക്. എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞൂടാ, പക്ഷെ ഞാൻ ഇങ്ങനെയാണ്,
പണ്ടെങ്ങനെ അതേ കണക്കായിരുന്നു ഞാനും. അവളും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു മാറ്റങ്ങളും ഇല്ല. അതുകൊണ്ട് നീ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയിട്ട് ഇപ്പോൾ കുറേ നാളായി. എന്നുവെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഇയറിലാണ് മീറ്റ് ചെയ്യണത്. അങ്ങനെ വാട്സപ്പിൽ കൂടെ അങ്ങനെ ഓൺലൈൻ ക്ലാസ് തുടങ്ങിയ സമയത്ത് വലിയ എന്തൊന്നും മെസ്സേജ് അയപ്പൊന്നും ഇല്ലെങ്കിലും പിന്നീട് പതിയെ ഓൺലൈൻ ക്ലാസ്സൊക്കെ തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര കമ്പനിയായി. നമ്മൾ കമ്പനിയാവാൻ മെയിൻ കാരണം മൈക്രോബയോളജിയാണ്. മൈക്രോബയോളജി ചിപ്പ് നോട്ട് എഴുതി ക്ലാസ് ഇരുന്ന് പഠിച്ച് ഇവനാണ് പഠിപ്പിച്ചത്. അങ്ങനെ പഠിച്ച് പിന്നെ ഭയങ്കര കമ്പനിയായി. പിന്നെ നമ്മൾ വീട്ടിൽ വന്നിട്ട് വീഡിയോ കോൾ വിളിച്ചുകൊണ്ടിരിക്കും. അല്ലാതെ ചുമ്മാ ഇരിക്കുന്നത് വീഡിയോ കോൾ വിളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ എപ്പോഴും 4 മണിക്കൂറും വീഡിയോ കോളായിരുന്നു. ചുമ്മാ ഓണാക്കി അവിടെ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരപ്പര നടക്കും. ഒന്നും പറഞ്ഞില്ലെങ്കിൽ ചുമ്മാ ഇങ്ങനെ ഓണാക്കി വെച്ചോണ്ടിരിക്കും. അങ്ങനെ കുറേ നാളങ്ങനെ അങ്ങ് പോയി. 4 വർഷം അങ്ങനെ നല്ലപോലെ നമ്മളെ ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുപോകാൻ പറ്റി. വേറെ പണക്കോ ഒന്നും ഉണ്ടാകാതെ നല്ലപോലെ പോയി. അതേപോലെ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോട്ടെ. പല സാഹചര്യങ്ങളിലും എന്തോന്ന് ആവശ്യം വന്ന സമയത്തെല്ലാം ഉണ്ടായിരുന്നത് കൂടെ നല്ലൊരു ഫ്രണ്ടായിട്ട് ബ്രദറായിട്ട് കൂടെ ഉണ്ടായിരുന്നു. ഇനിയുള്ള കാലത്തും അതേപോലെ തന്നെ നിൽക്കട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഇപ്പം എക്സാമൊക്കെ എല്ലാവർക്കും എല്ലാം കിട്ടി, നിനക്കും എല്ലാം കിട്ടി, സന്തോഷം. ഇനി എല്ലാം ലൈഫിലെല്ലാം നീ വിചാരിച്ച പോലെ നടക്കട്ടെ. നിൻ്റെ ഇഷ്ടത്തിന് എല്ലാ കാര്യങ്ങളും നടക്കട്ടെ. നിൻ്റെ ആഗ്രഹം പോലെ ജീവിക്കാൻ പറ്റട്ടെ. നല്ല ജോലി, നല്ല കുടുംബജീവിതമൊക്കെ ആയിട്ട് നല്ലപോലെ ജീവിക്കണം. ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. പിന്നെ ഹാപ്പി ബർത്ത്ഡേ കുഞ്ചു. ഹലോ ബർത്ത്ഡേ ബോയ്, ഹാപ്പി ബർത്ത്ഡേ രഞ്ജിത്ത്. രഞ്ജിത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആസ് എ പേഴ്സൺ രഞ്ജിത്ത് ഭയങ്കര ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയുള്ളൊരു കുട്ടിയാണ്. ഭയങ്കര ലവിങ് ആൻഡ് കെയറിങ് ആയിട്ടുള്ളൊരു കുട്ടിയാണ്. ഞാൻ പല ഒക്കേഷനിലും ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ക്ലാസ് റൂമിലായിക്കോട്ടെ, ക്ലിനിക്കൽ പോസ്റ്റിൻ്റെ സമയത്തായിക്കോട്ടെ, ഈവൻ കോളേജിൽ എന്തെങ്കിലും ഫംഗ്ഷൻ നടക്കുന്ന സമയത്തായിക്കോട്ടെ, എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചോദിച്ചാൽ വിതൗട്ട് ഫെയിൽ ചെയ്ത് തരുന്ന ഒരാളാണ്. ഒരു മടിയില്ലാണ്ട് ഒരു നോ എന്നൊരു ഓപ്ഷൻ ആൾക്കില്ല. അത്രയും ഭയങ്കര ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള നല്ലൊരു കുട്ടിയാണ് രഞ്ജിത്ത്. അപ്പോൾ ഇപ്പോൾ റിസൾട്ടൊക്കെ വന്ന് പാസ്സായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഐ വിഷിംഗ് യു എ വെരി ബ്രൈറ്റ് ഫ്യൂച്ചർ ആൻഡ് വൺസ് അഗെയിൻ ഹാപ്പി ബർത്ത്ഡേ. ഗൈസ്, നമ്മൾ കുഞ്ചുവിനെ കിട്ടാൻ വേണ്ടി അജ്നോറയിൽ പോകാൻ. അവിടെയാണ് അജ്നോറ. അവന് ഒരു ഐഡിയ ഇല്ല. നമ്മൾ സോ അതിന്റെ ഫസ്റ്റ് ജെനുവിൻ എക്സ്പ്രഷൻ ആയിരിക്കും. നമുക്ക് നോക്കാം. ഗൈസ്, കുഞ്ചിന്റെ വണ്ടി കിട്ടി. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുകയാണ്. കുഞ്ചു എന്തായാലും വണ്ടി എടുക്കാൻ വരുമല്ലോ. ദിസ് ഈസ് ഹിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് അജിനോറ. ഹാപ്പി ബർത്ത്ഡേ ടു പുച്ച എക്സ്പ്രഷൻ. എന്ത് ഫീൽ ചെയ്തു? സൺ എക്സ്പെക്റ്റഡാ. ശരി, ജർമ്മനിൽ പറഞ്ഞോളൂ 2 വാക്ക്. അത് ജർമ്മനാ? ആ, കുഞ്ച എന്നെ നോക്ക്. ഇനിയെങ്കിലും കരയൂ. വീട്ടിനടുത്തുള്ള പള്ളി